ഈ ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന് പറഞ്ഞാൽ ആക്കോട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഒക്കെ പഞ്ചായത്താണ്. പഞ്ചായത്തിലെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ആക്കോട് എന്ന് പറയുന്ന പ്രദേശം. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഒക്കെ വളരെ പിന്നോക്കം നിന്നൊരു പ്രദേശത്തെ വൈജ്ഞാനിക മേഖലകളിൽ അത്യുന്നതിയിലെത്തിക്കാൻ വേണ്ടി 23 വർഷങ്ങൾക്ക് മുമ്പ് ആക്കോട് മഹലിൻ്റെ ഖാദിയായിരുന്ന പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഒരു വൈജ്ഞാനിക മുന്നേറ്റമാണ് ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനം. കേരളത്തിൽ സ്ഥാപനങ്ങളുടെ കുറവില്ല എന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ അറിയാം. മാത്രമല്ല, സ്ഥാപനങ്ങളുടെ ആധിക്യമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്ന രീതിയിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ തന്നെ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും. ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ സ്ഥാപനം നടത്തി വരുന്ന ചില വൈജ്ഞാനിക അനാഥ സംരക്ഷണം. നമുക്കറിയാം, നിങ്ങളൊക്കെ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രമായി ഒരു കാലത്ത് വളരെയേറെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു കേരളത്തിലേക്ക് ഈ സംരക്ഷണത്തിന്റെ മാതൃക എത്താനും ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു പക്ഷേ ഇത് ഏറ്റെടുത്ത് നിർവഹിക്കാനും ഒക്കെ ഇടയാകും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ അനാഥാലയങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ വാപ്പ മരിച്ചുപോയ അല്ലെങ്കിൽ അച്ഛന്മാർ മരിച്ചുപോയ മക്കളെ അവരെ ഉമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് അകറ്റി സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ഹോസ്റ്റലൈസ് ചെയ്ത് പഠിപ്പിച്ചു പോരുന്ന രീതിയാണ്. ഈ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ സ്ഥാപനം നടത്തുന്ന അനാഥ സംരക്ഷണത്തിന്റെ രീതി. അതിനൊരു കാരണമുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ വീടാന്തരം കയറി നല്ല പഠിക്കാൻ യോഗ്യരായ കുട്ടികളെ കണ്ടെത്തി നല്ല സ്ഥാപനങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നൊരു പ്രവർത്തനം നടത്താറുണ്ടായി. ആ പ്രവർത്തനങ്ങൾക്കിടയിലാണ് വീട്ടിൽ ഒരു 4 അനാഥ മക്കളെയുമായി ഒറ്റപ്പെട്ട ഒരു പെണ്ണിനെ ശ്രദ്ധയിൽപ്പെട്ടതും തൊട്ടടുത്തുള്ള അനാഥാലയങ്ങളിൽ മക്കളെ ആക്കിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കണ്ണു നിറച്ചിട്ട് പറഞ്ഞത് വേണ്ട, തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്താണ് ഈ മക്കളെ പോറ്റുന്നത്, ചെറിയൊരു കുടിലാണ്. അപ്പൊ മൂത്ത 2 കുട്ടികളെ 10-8 വയസ്സായ കുട്ടികളെ അനാഥാലയത്തിൽ ചേർത്തി തരാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞതും വേണ്ട, ഞാൻ ഈ മക്കളെ പോറ്റിക്കൊള്ളും. ഞങ്ങൾ പറഞ്ഞു അടുത്തുള്ള യതീംഖാനയിൽ തന്നെ ചേർക്കാൻ, എന്നാൽ നിങ്ങൾക്ക് ഇടക്കിടക്ക് മക്കളെ പോയി കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോഴും ആ സ്ത്രീ പറഞ്ഞത് ഈ കുട്ടികൾക്ക് വാപ്പയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. വാപ്പയുടെ സ്നേഹം കിട്ടാത്ത മക്കൾക്ക് എൻ്റെ സ്നേഹം അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അപ്പൊ ഞാൻ അവരെ കഷ്ടപ്പെട്ട് പോറ്റിയോൾ, അവർ എൻ്റെ ചാരത്ത് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അനാഥ മക്കളെ സ്വന്തം ചാരത്ത് നിന്ന് അകറ്റി നിർത്തുന്ന വേണ്ടി വരുന്ന ഓരോ ഉമ്മയുടെയും മക്കളുടെയും വേദന തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള ഒരു അനാഥ സംരക്ഷണം മക്കളെ ഉമ്മമാരുടെ അമ്മമാരുടെ അടുത്ത് നിന്ന് വേർപെടുത്താതെ അവരുടെ അടുത്ത് തന്നെ നിർത്തുകയും അവർക്ക് വേണ്ടതെല്ലാം അവരുടെ വീട്ടിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നൊരു പുതിയ സിസ്റ്റത്തെ കുറിച്ച് ആലോചിക്കുകയും അത് നിരന്തരമായ ചർച്ചകളിലൂടെയും അങ്ങനെയുള്ള പരസ്പരമുള്ള കൂടിച്ചേരലുകളിലൊക്കെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ചർച്ച ചെയ്ത് വളരെ പോസിറ്റീവായി നടത്തി വരുന്ന ഒരു സംവിധാനമാണ് അനാഥ സംരക്ഷണം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും ഉപ്പമാർ അച്ഛന്മാർ സംവിധാനം. ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് മാസവും 25-ാം തീയതി ആകുമ്പോൾ പൊങ്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് സ്ഥാപനത്തിന്റെ യതീം സെക്ഷൻ അനാഥ സെക്ഷനിലേക്ക് അവർ വാട്സപ്പ് ചെയ്യും. 25-ാം തീയതിക്ക് അയച്ചു കൊടുക്കുകയും 30-ാം തീയതി ആകുമ്പോഴേക്ക് ഈ സാധനങ്ങളൊക്കെ കിറ്റായി റെഡിയാക്കുകയും 1-ാം തീയതിയുടെയും 5-ാം തീയതിയുടെയും ഉള്ളിൽ മക്കളുടെ വീടുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതും 15 വയസ്സാകുന്നതോടുകൂടി സ്റ്റോപ്പാകും. നമ്മുടെ ഈ സംവിധാനം 15 വയസ്സാകുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ കൈകൊള്ളുമ്പോൾ കൂടുതൽ